സാധാരണപ്പെട്ട കുടുംബത്തില് വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് സിയാദ് അദ്ദേഹത്തിന്റെ 11ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചു. അവരുടെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ എടുത്തു പറഞ്ഞതാണ്. അങ്ങനെ ഒരു 3 മക്കള് ഓർഫനേജ് കുട്ടികളയിൽ മുക്കത്തണയിൽ അവിടെ താമസിക്കുകയും അവിടുത്തെ ജീവിതാനുഭവം 11 വർഷം മുഹമ്മദ് സിഹാബ് ഈ ഓർഫനേജിൽ പഠിക്കും. അവിടുത്തെ സങ്കടം അവധിക്കാലത്ത് BBC കഴിഞ്ഞ് ഒരു കണ്ടുചെലുത്തുകാരനായി അത്യാവശ്യം അന്യ ജില്ലക്കാർ നമ്മൾ DRG കോഴ്സിൽ പോയ സമയത്ത് അവർ പറഞ്ഞാല് അന്യ ജില്ലയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആളുകൾ പലപ്പോഴും ഈ DDക്ക് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, DOക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. അവിടെ ഇവർ പലപ്പോഴും തെറ്റിക്കളി പോയിക്കളി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ് എനിക്കറിയാം ഇതാരായിട്ട് കൃത്യമായിട്ടറിയാം. ഇവിടെ 3ാമത്തെ ബാച്ച് ഉണ്ടാക്കുന്നത് ഒന്ന് അന്യ ജില്ലയിൽ നമ്മൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ അന്യ ജില്ലയിലേക്ക് ഞാൻ ധൈര്യം പറഞ്ഞു നിങ്ങൾ കുട്ടികളോണ്ടാ മനസ്സിലല്ലേ എനിക്കറിയാം. ഇതിനകത്ത് ആകെ എനിക്ക് പരിചയമില്ലാത്ത 2 or 3 ആള് മാത്രമേ ഉള്ളൂ. ഒന്ന് കേന്ദ്ര ബിന്ദു, ഒന്ന് അപ്പുറത്തെ സൈഡ് ബിന്ദു, ഞാൻ കണ്ടില്ല. ഇവിടെ അധികം അല്ലേ? പിന്നെ അതുപോലെ ബാക്കിലുള്ളൂ. പിന്നെ നമ്മുടെ കണ്ടില്ല. അത് ബാക്കിയുള്ളവരല്ലോ കുറെ ഞാൻ പഠിപ്പിച്ചു, കുറെ ഞാൻ പഠിപ്പിക്കുന്നവർ അവിടെ അടുത്തോട്ട് പോകുന്നു. അവിടെ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ കാര്യം ക്ലാസ് കൈകാര്യം ചെയ്യുന്ന എപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇല്ലേ? അതൊക്കെ പെരുമാറ്റം കാണിക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ ഈ മസിൽ പിടിച്ച് നിൽക്കുന്നു. എപ്പോ നമ്മൾ മസിൽ പിടിച്ചിരിക്കുക ക്ലാസ്സിൽ ആ ക്ലാസ് കൺട്രോൾ ചെയ്യാൻ ആവില്ല അല്ലേ? ചായപ്പൊടി അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും അങ്ങനെ കുട്ടികളെ അവനവനെ അടയാളപ്പെടുത്താൻ മനുഷ്യ എല്ലാ കാലത്തും ഒരു പീരീഡ്, ആന ഡോക്ടർ എന്ന പാഠത്തിന് 4 പീരീഡ്, കുളിമാവിന് 4 പീരീഡ്, പ്രകൃതി പാഠങ്ങൾക്ക് 5 പീരീഡ്, ആകെ 14 പീരീഡ് ക്ലാസ് പുറത്തുണ്ടാകും. ഇതുകൂടാതെയുള്ള ക്ലാസ് പുറത്തുള്ള ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്ക് ഇഷ്ടംപോലെ. ഇതാണ് ഞങ്ങൾ കാണുന്നത്. ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് യൂണിറ്റിന്റെ പേര് ഉള്ളിലുയർത്തും മഴവില്ല്. പഠന ലക്ഷ്യങ്ങൾ കഥ, കവിത, ലേഖനം തുടങ്ങിയ രചനകൾ വായിച്ച് ആസ്വദിക്കുകയും അവയിലെ പ്രമേയം, ജീവിത വീക്ഷണം, സമകാലിക പ്രസക്തി എന്നിവ വിലയിരുത്തി ആസ്വാദനാംശം, നിരൂപണം എന്നിവ തയ്യാറാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ലക്ഷ്യം വായിച്ച കൃതികളെ ആസ്പദമായ കാരണങ്ങൾ, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് സ്വന്തം ഭാഷയിൽ യുക്തിപൂർവ്വം അവതരിപ്പിക്കുക. പാഠഭാഗങ്ങൾ, സുഹൃതകാലങ്ങൾ, ആചാര്യ തന്നെയാണ് യാത്രയാണ് ആ 3ന്റെയും പ്രമേയമായിട്ട് വരുന്നത്. പഠന ലക്ഷ്യങ്ങൾ കേൾക്കുകയും കാണുകയും വായിക്കുകയും ചെയ്ത രചനകളെ മുൻനിർത്തി ആശയ വ്യക്തതയോടെ സംവദിക്കുന്നു. യാത്രാ വിവരണം, കവിത, നോവൽ ഭാഗം എന്നിവയിലെ രചനകൾ അർത്ഥബോധം, ഉച്ചാരണ സ്ഫുടത, ഒഴുക്ക്, ശബ്ദ ക്രമീകരണം എന്നിവയോടെ ചിഹ്ന ഉൾക്കൊണ്ടത് ഭാവാത്മകമായി വായിക്കുന്നു. പാഠഭാഗങ്ങൾ ശാന്തിനികേതനം, SK പൊറ്റക്കാട്, സ്മാരകം, വീരാൻകുട്ടി മാഷ്, മണൽക്കുന്നുകൾക്കിടയിലൂടെ വെള്ളിയാണ്ട്.
ആശയധാരണ യാത്രാ അനുഭവങ്ങളിലൂടെ വൈവിധ്യം നമ്മുടെ യാത്ര സ്റ്റേപ്പറിനെക്കാളും വലിയ ആൾ പറഞ്ഞിങ്ങനെ കത്തി കാണുന്ന സമയത്ത് ഒരു ഇതൊന്നും കേട്ടാൽ മനസ്സിലാക്കാം. കാരണം ഒരു നേരിട്ട് കണ്ട യാത്ര സന്തോഷ് ജോർജിനാണ്. അപ്പൊ നമ്മൾ ശരിക്കും ആരെയും കൂടി വെളിപ്പെടുത്തണം. അതിനകത്ത് സന്തോഷ് ജോർജിനെയും കൂടി വെളിപ്പെടുത്തി നിങ്ങൾ ആ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാൻ പടാസത്വം തയ്യാറാക്കുന്നതിന് അതിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ ഇതില് പഠന ലക്ഷ്യമായിട്ട് വിജയിക്കുന്നത് പ്രകൃതി സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് സൗകര്യപരമായ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് സ്വതന്ത്ര രചനകളിൽ ഏർപ്പെടുന്നത് ആശയവും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വൈകാരിക വേദിമാക്കം ലഭിക്കുന്നത് വേദിമാക്കുന്നതാണ്. പ്രവർത്തനങ്ങളായിട്ട് ആന എന്ന ഒരു സിനിമ പ്രദർശനം ഇതുപോലെ തന്നെ സമയം 5 പീരീഡാണ് കൊടുത്തിരിക്കുന്നത്. പ്രവർത്തനം 1 പെരിയോനെ എന്ന പാട്ടിന്റെ അതായത് ആടിച്ചെന്ന സിനിമയിലെ അവിടെ കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. പഠനലക്ഷ്യങ്ങൾ കഥ, കവിത, ലേഖനം തുടങ്ങിയ രചനകൾ വായിച്ച് ആസ്വദിക്കുകയും അവയിലെ പ്രമേയം, ജീവിത വീക്ഷണം, ആഖ്യാന ശൈലി, ഭാഷ, സമകാലിക പ്രസക്തി എന്നിവ വിലയിരുത്തി ആസ്വാദനം, നിരൂപണം തുടങ്ങിയ തയ്യാറാക്കാം. മാനവിക മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും പകർത്തുകയും ചെയ്യാം. വായിച്ച കൃതികളെ ആസ്പദമാക്കി നാടകം, സംഗീതശില്പം, റോൾ പ്ലേ തുടങ്ങിയവ അവതരിപ്പിക്കാം. ഇതിലെ പഠന പ്രവർത്തനങ്ങൾ, ആസ്വാദനക്കുറിപ്പ്, സെമിനാറ്, പഠന സാമഗ്രികൾ പ്രധാനമായും പത്രവാർത്തയാണ്, വീഡിയോ, കവിതകളുടെ MP3 തുടങ്ങിയവയാണ്. പഠന ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പലതരത്തിലുള്ള ആനുകാലികങ്ങൾ, പത്രം, മാസികകൾ എന്നിവയിൽ നിന്ന് വാർത്തകൾ ശേഖരിച്ച് കുട്ടികൾ സ്വാഭിപ്രായം രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പ്രകൃതി സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനോഭാവം വളർത്തുക എന്ന 2 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പഠനത്തിന്റെ തയ്യാറ്. ഇതിന് പഠന പ്രവർത്തനങ്ങളായി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ചർച്ചയുണ്ട്, കുറിപ്പ് തയ്യാറാക്കുന്നുണ്ട്, പ്രഭാഷണമുണ്ട്, മാവിന്റെ ആത്മകഥ എഴുതൽ എന്ന പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ സാമഗ്രികളായിട്ട് പഠന സാമഗ്രികളായിട്ട് ഞങ്ങൾ വീഡിയോ, പത്രവാർത്തയുമായി ബന്ധപ്പെട്ട വീഡിയോ ഉണ്ട്, പത്രവാർത്തകളുണ്ട്, സ്ലൈഡുകൾ, തയ്യാറാക്കിയ സ്ലൈഡുകൾ അവതരിപ്പിക്കുന്നു. പഠന ഈ വാർത്തയുടെ വീഡിയോ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് കുട്ടികളുമായിട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്യുകയാണ്. മലയാളത്തിലെ പ്രിയപ്പെട്ട കവിത സുഹൃത്തുക്കളായിട്ട് നമുക്കറിയാം. തിരശ്ശേരിയുടെ സമാനമായ മറ്റ് കവിതകളുണ്ട്. തിരശ്ശേരിയുടെ കുറ്റിപ്പുറം പോലെയുള്ള കവിതകളൊക്കെ അധ്യാപകന് പരിചയപ്പെടുത്താവുന്നതാണ്. വികസനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഗ്രാമത്തിന്റെ നൈർമല്യത്തെ കാക്കുന്നത് എന്ന വിഷയത്തെ നമുക്ക് കവിതയിലേക്ക് പോകാം. അതിൽ കവിത വായിക്കാൻ കുട്ടികളോട് കവിത വായിക്കാൻ ആവശ്യപ്പെടുന്നു. നമുക്കറിയാം ഈ കവിത ആദ്യത്തെ ഗ്രൂപ്പ് സന്തോഷം, നമ്മുടെ സന്തോഷത്തോടെ നിർമ്മിച്ച ഈ ദൈനംദിന ആസൂത്രണമാണ്. യൂണിറ്റിന്റെ പേര് നടക്കുന്തോറും തെളിയും വഴികൾ. കുട്ടികൾ തിരിച്ചറിഞ്ഞു പ്രവർത്തനം. വീരാകുട്ടി എന്ന കവിയെ കൂടുതലായി കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നു. കവിയുടെ മറ്റു കവിതകളുടെ ഓഡിയോ കേൾപ്പിച്ചും കവിയുടെ ചിത്രം പ്രദർശിപ്പിച്ചു നമ്മൾ അങ്ങനെ ക്ലാസ് ലൈവാക്കും. ആന ഡോക്ടർ എന്ന ഒരു നോവലിന്റെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് ഇവിടെ വായിക്കുന്നത്. അപ്പൊ അതിന്റെ സൂക്ഷ്മതല ആസ്വദനം. അതിലെ പഠന ലക്ഷ്യങ്ങളായിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നത് പ്രകൃതി സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിവ് നൽകുന്നതിന്, എല്ലാവരും ഭൂമിയുടെ അവകാശികളാണെന്ന ഉന്നതമായ ബോധ്യം ഉണ്ടാക്കുന്നതിന്, സഹജീവികളെ
ചേർത്ത് പിടിക്കാനുള്ള മാനസികാവസ്ഥ രൂപപ്പെടുന്നതിന്, സമാനാശയമുള്ള കൃതികൾ കണ്ടെത്തുന്നതിന്, സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്. പഠന പ്രവർത്തനങ്ങൾ സിനിമാ പ്രദർശനം, ചർച്ച, മുഖപ്രസംഗം തയ്യാറാക്കൽ, കൊളാഷ് നിർമ്മാണം, നാടകാവതരണം. പഠന സാമഗ്രികൾ ടെക്സ്റ്റ് ബുക്ക്, സിനിമ, പത്രമാസികകൾ, വീഡിയോകൾ. പഠന തെളിവുകൾ ചർച്ചാക്കുറിപ്പ്, കൊളാഷ്, നാടകം. See the world in a new light. Xiaomi 14, see it in a new light. നാടകം, സംഗീതശില്പം, റോൾ പ്ലേ തുടങ്ങിയവ അവതരിപ്പിക്കുക. മാനവികതയുടെ മഹത്വം തിരിച്ചറിയുക. പഠന പ്രവർത്തനങ്ങൾ, വീഡിയോ പ്രദർശനം, കഥാവായന, ചർച്ച, വിശകലനം, പ്രയോഗങ്ങൾ കണ്ടെത്തൽ, കഥാപാത്ര സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തൽ, സ്ക്രിപ്റ്റ് തയ്യാറാക്കൽ, അവതരിപ്പിക്കൽ.